പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മുടെ ജനാധിപത്യം ഒരു പാഴ്വാക്ക് ആണോ? ലോകരാജ്യങ്ങളിൽ 99% രാജ്യങ്ങളും ഇപ്പോൾ ജനാധിപത്യ ഭരണ സംവിധാനത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ഇന്ത്യയിലും സ്വാതന്ത്ര്യത്തിനു ശേഷം ജനാധിപത്യ ഭരണക്രമം വഴിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. വെറും ജനാധിപത്യമല്ല നമ്മുടേത്. 100 കോടിയിലധികം വരുന്ന വോട്ടർമാരുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാടാണ് നമ്മുടേത്. അങ്ങനെയുള്ള നമ്മുടെ ഭാരതത്തിലെ ജനാധിപത്യ ഭരണ സമ്പ്രദായങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം 78 വർഷം കഴിയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു വസ്തുത. ജനാധിപത്യത്തിൽ ജനങ്ങൾ ജനങ്ങളെ ഭരിക്കുന്ന ഭരണ സംവിധാനം ആണ്. അതാണോ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്? ഓരോ 5 വർഷം കൂടുമ്പോഴും ഒരു ദിവസം ഇന്ത്യയിലെ ഓരോ പൗരനും സർവാധികാരിയും സർവാധിപതിയായും മാറും. അത് വോട്ടെടുപ്പിൻ്റെ ദിവസം മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യയിലെ പരമാധികാരമുള്ള പൗരൻ വെറും നിർഗുണൻ ആയി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നാമൊക്കെ കണ്ടുമടുത്ത ചില കഥകൾ അതിൻ്റെ പിന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിയുമ്പോൾ ഓരോ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ നമ്മുടെ മുന്നിലേക്ക് കാൽനടയായി കടന്നു വരും. അടുത്തെത്തിയാൽ വലിയ പുഞ്ചിരി അവർ നമുക്ക് സമ്മാനിക്കും. ചിലരെല്ലാം കൈതരുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും വരെ ചെയ്യും. ഇതെല്ലാം കണ്ട് മയങ്ങുന്ന വോട്ടർമാരായ നമ്മൾ നമുക്ക് മുന്നിലെത്തുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മിടുക്കൻ എന്ന് നമുക്ക് തോന്നുന്നയാളിന് നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ഭൂരിപക്ഷം കിട്ടുന്ന ഒരാൾ ജയിച്ചു വരും. ഇത്തരത്തിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ രൂപത്തിലും ഭാവത്തിലും തന്നെ മാറ്റം ഉണ്ടാകും. ഭരിക്കപ്പെടുന്നവനും ഭരിക്കുന്നവനുമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ. എന്നാൽ ഭരിക്കപ്പെടുന്നവർ 99% കഴിയുമ്പോൾ ഭരണാധികാരികൾ ഒരു വിരലിൽ എണ്ണാവുന്ന കണക്ക് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശതമാനം ആയി നിന്നുകൊണ്ട് ഈ മുഴുവൻ ജനതയെയും അവർ അടക്കി ഭരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും എല്ലാം എത്തിയിരിക്കുന്നത്. വോട്ടെടുപ്പ് സമയത്ത് വോട്ടിന് വേണ്ടി നമ്മുടെ മുമ്പിൽ പുഞ്ചിരിയുമായി എത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഭരണത്തിലെത്തിയാൽ അവർ പിന്നെ ആലോചിക്കുന്നത് ഇല്ലാത്ത ആഡംബരങ്ങളും ജീവിത സൗകര്യങ്ങളും ഒക്കെയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ പിന്നെ അവർക്ക് മുമ്പിൽ പൊതുജനം ഇല്ല. പൊതുജനം എപ്പോഴും കഴുതയുടെ അവസ്ഥയിൽ ഭാരം ചുമക്കുവാൻ വിധിക്കപ്പെട്ടവരായി മാറും. അധികാരത്തിലേറിക്കഴിഞ്ഞാൽ അവർക്ക് ഇടതും വലതും മുന്നിലും പിറകിലും പോലീസുകാരുടെ സുരക്ഷയുണ്ടാകണം. എത്രയെന്ന് നിശ്ചയിക്കുന്നത് പോലും അവർ തന്നെയാണ്. ആ എസ്കോർട്ടും ബഹളവുമായാണ് പിന്നെ അവർ ഭരണ നിർവഹണത്തിന് നമ്മുടെ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത്. ഇതാണോ പ്രിയമുള്ളവരെ നമ്മുടെ സ്വപ്നം കണ്ട, നമ്മൾ സ്വപ്നത്തിൽ ഇപ്പോഴും സഫലമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ജനാധിപത്യം? ജനാധിപത്യത്തിൽ ജനങ്ങളായിരിക്കണം പരമാധികാരി, അവരായിരിക്കണം യജമാനന്മാർ. അവർക്ക് മുന്നിൽ ഏത് ഭരണാധികാരിയും വിധേയത്തോടുകൂടി നിൽക്കണം. ഇതാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നാളെ നമുക്കാർക്കെങ്കിലും അധികാരം കിട്ടിയാലും ഇപ്പോൾ കടന്നു പോകുന്ന വഴിയിലൂടെ തന്നെ നമ്മളും കടക്കുവാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസും പട്ടാളവും കാവൽ നിൽക്കുന്ന
സ്ഥിതിവിശേഷത്തിലേക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഒക്കെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചോദിച്ചു വരുമ്പോൾ ഈ പറയുന്ന പോലീസും പട്ടാളവും അവർക്ക് ആവശ്യമില്ല. അവർ ജനങ്ങളുടെ നേതാക്കന്മാരാണ്, ജനങ്ങളുടെ പ്രതിനിധികളാകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുവാൻ തയ്യാറാവുന്നവർ എന്തിനാണ് നാളെ നമ്മുടെ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതിന് ഇത്തരം ഭയപ്പാടിൽ അകപ്പെടുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നു. ഭയത്തെക്കാൾ ഉപരി ഈ അധികാരത്തിലെത്തുന്നവരെല്ലാം എന്തെല്ലാമൊക്കെയോ അമിത ആവേശത്തോടുകൂടി സ്വപ്നം കാണുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ പോലും ഈ അകമ്പടിയും ആഡംബരവും തുടർന്നു പോകുന്നത്. നേരത്തെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറക്കാർ വരെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇന്നത്തെ തലമുറ നേതാക്കന്മാരെക്കാൾ ജനസമ്പന്നരായിരുന്നു. അവരൊക്കെ രാഷ്ട്രീയത്തെ കണ്ടിരുന്നത് പൊതുസേവനത്തിന്റെ ഭാഗമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയം ജനങ്ങളെ സേവിച്ചുകൊണ്ട്, അതും യാതൊരു പ്രതിഫലവും പറ്റാതെ തൻ്റെ ജീവിതത്തിന്റെ ഒരു പങ്ക് തൻ്റെ അയൽവാസികൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സുമനസ്സുകളായ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ പൂർവികരായി ഉണ്ടായിരുന്നു. അവരൊന്നും അഴിമതി നടത്തുവാനോ അധികാരത്തിന്റെ തണലിൽ കൈയിട്ട് വാരുവാനോ ആരും ഭയപ്പെടുന്ന രീതിയിലുള്ള പോലീസ് അകമ്പടിയോടുകൂടി നാട്ടിലെത്തുവാനോ തയ്യാറായിട്ടുള്ള നേതാക്കന്മാരായിരുന്നില്ല. ഒരു കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ജനങ്ങൾ ജനങ്ങളെ ഭരിക്കുന്നു എന്നതല്ല, കുറച്ചുപേർ ഭൂരിപക്ഷത്തെ അടക്കി വാഴുന്നു എന്നതാണ് ഇപ്പോഴത്തെ ജനാധിപത്യം. ഇത് ജനാധിപത്യമാണെങ്കിൽ ജനാധിപത്യം ആയ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത് സോഷ്യലിസം എന്ന അല്ലെങ്കിൽ സ്ഥിതി സമത്വം എന്ന ഒരു അടിസ്ഥാന ശിലയുടെ കാര്യമുണ്ട്. ഇന്ത്യയിലെ 135 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് തുല്യമായ സമ്പത്തും തുല്യമായ ആരോഗ്യവും തുല്യമായ വിദ്യാഭ്യാസവും തുല്യമായ സാമൂഹിക അന്തരീക്ഷവും ഒരുക്കി കൊടുക്കുന്നതാണ് ജനാധിപത്യം അല്ലെങ്കിൽ ജനാധിപത്യ ഭരണക്രമം എന്ന് നമ്മുടെ ഭരണഘടന സൂചിപ്പിച്ചിരിക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ആ അവസരത്തിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു വാക്കായി പുത്തൻ തലമുറ നേതാക്കന്മാർ ഭരണഘടനയെ മാറ്റിയത് കൊണ്ടാണ് പൊതുജനം ഇത്തരം ഗതികെട്ട അവസ്ഥയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാം, ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യം ഒരു പാഴ്വാക്ക് തന്നെയാണ്.